ഇന്ന് കൊടുങ്ങല്ലൂർ പോയിട്ട് അമ്മയുടെ നടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും കൊടുങ്ങല്ലൂർ പേരൻറ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, പിന്നെ മോൾ സേവിൻ, ഇത് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് രാവിലെ പോയത്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്മയുടെ ടൈമിൽ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ അമ്മേനെ കാണാൻ നിൽക്കുന്ന ക്യൂ ആയിരുന്നു. 3 കിലോമീറ്റർ 4 കിലോമീറ്ററോളം ആൾക്കാർ ക്യൂ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അമ്മയുടെ നടയിൽ പോയി അമ്മേനെ ഒന്ന് കാണാനും അമ്മയുടെ അനുഗ്രഹം മേടിക്കാനൊക്കെ സാധിച്ചു. വളരെയധികം സന്തോഷം തോന്നിയൊരു നിമിഷവുമായിരുന്നു ഹൃദയത്തിൽ. പിന്നെ അതുപോലെ തന്നെ എന്ത് ജനങ്ങളായാലും തിക്കും തിരക്കത്തിൽ അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഭരണിക്ക് വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചെയ്യണം. പിന്നെ എല്ലാവർക്കും സുഖമായിട്ട് പ്രതീക്ഷിക്കുന്നു. ഈ മാസം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ അവിടെ ഞാൻ സ്കൂളിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു ഉള്ളിലൊരു ഭയങ്കര ഇതായിരുന്നു, സ്പിരിറ്റ് തന്നെയായിരുന്നു അത് കേട്ടോ. പിന്നെ അവിടെ പോയി എല്ലാം പാട്ടും എല്ലാം കേട്ടു. അത് കഴിഞ്ഞ് അമ്മയുടെ നടയിൽ എല്ലാം ഭയങ്കര ആളുകൾ ഓരോരുത്തരും ഓരോ മരങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് ഓരോ ഇതായിരുന്നു, അനുഗ്രഹം പോലെ തോന്നി. ഏതായാലും അമ്മമാർ എന്തായാലും അമ്മയുടെ നടയിലൊന്ന് പോയി അമ്മയെ കാണാനും അമ്മയുടെ ഈ ദിവസത്തിൽ നമുക്കൊരു പങ്കാളിയാവുന്നതായിരിക്കും. വളരെയധികം സന്തോഷം എനിക്ക് തോന്നി. പിന്നെ എല്ലാവരും പോയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. എല്ലാവരും പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. എന്തായാലും നല്ലൊരു ഇതായിരുന്നു അമ്പലത്തിൽ പോയത്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് പോയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഒരിത് വന്നു, അനുഗ്രഹം തന്നു. അതിനുശേഷം ഞങ്ങൾ മടങ്ങുകയാണ് ചെയ്തത്. കാരണം നമുക്ക് തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് അവിടെ തന്നെ നിന്ന് ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ പോകുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ എൻ്റെ സഹോദരിമാരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരെ കാണാനും അതുപോലെ തന്നെ മേളങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു ഇതാണ്, ഒരു എന്താ പറയുക, ഒരു ആനന്ദം, അതിനൊന്ന് പറയാമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഏതായാലും എല്ലാം ദേവിമാരെല്ലാം നേരിട്ട് കാണാൻ സാധിച്ചു. അപ്പൻ്റെ കൊടുക്കുന്ന അമ്മയുടെ നടയിൽ നിന്ന് എനിക്ക് പോകാൻ സാധിച്ചു. ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ്. അമ്മയുടെ അനുഗ്രഹം എന്നും എൻ്റെ കുടുംബത്തും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അമ്മ ലോകത്തുള്ള എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കാവലും രക്ഷയൊക്കെ ആയിട്ട് നിൽക്കട്ടെ അമ്മ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇന്ന് കേട്ടോ.